ഒരാളിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ട് അത് തിരിച്ചെടുക്കാത്തതിനേക്കാളും നല്ല ചെറ്റത്തരം വേറെ ഇല്ലേ. നമ്മളും കൊടുക്കണ്ട, പക്ഷേ വിളിച്ച കോലെടുക്കും. ഞാൻ കഴിഞ്ഞ മാസം ഒരുത്തിന് EMI അടയ്ക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്തു. ഞാനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണമില്ല, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് സൗണ്ട് കേട്ടപ്പം കോലെടുത്തിട്ട് റോങ് നമ്പറായിരുന്നു. ഇവനൊക്കെ എന്ത് ചെയ്തിട്ട് ഒരാണെങ്കിൽ കല്ലും കഞ്ചാവ് അടിക്കാൻ പൈസ ഉണ്ട്, പക്ഷേ EMI അടയ്ക്കില്ലെന്ന്. അയ്യോ, കൂട്ടുകാരാമാരെ പോയില്ലേ, തിരിച്ചേക്കാൻ പറ്റുമോ? തിരിച്ചേക്കാനൊക്കെ പറ്റും. സംഭവം കൊച്ചിലെ ശീലിക്കാത്തതുകൊണ്ടാണ്. കൊച്ചിച്ച കാര്യങ്ങളൊക്കെ എച്ച് കണക്കറിയണമായിരുന്നു. ഞാൻ പറയുമ്പോൾ അമ്മമാർ പറയും, അയ്യോ കൂട്ടുകാരും മുടല് പറഞ്ഞാൽ ബന്ധം പിറിയും. ഒരേക്കുള്ള ചായ കണക്കാക്കെല്ലാം പറയടേ, പോയാൽ വാക്ക് അങ്ങനെ തുമ്മിയെ തീർക്കണ നോക്കുകയാണെങ്കിൽ പോട്ടെ നിൽക്കിട്ട്. കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ കണക്ക് പറഞ്ഞ് ഇപ്പോഴേ ശീലിച്ചാൽ വലുതാകുമ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് എന്തായാലും നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പോഴും നമുക്ക് കേൾക്കായി ഒരു സ്വാതന്ത്ര്യം ധൈര്യം കിട്ടുള്ളൂ. അല്ലാതെ എച്ച് കണക്ക് പറഞ്ഞാൽ നമ്മൾ ബന്ധം പിറിയും. നമ്മുടെ തീറ്റക്കാരത്തിന് എല്ലാത്തിനും പറയണം, തീറ്റക്കാരത്തിനും പറയണം. കാരണം കുറേ ആയി കഴിഞ്ഞാൽ പറഞ്ഞു വേണം. ഒരു 5-6 കണക്കണേ സീനില്ല, അത് സീനാണ്. എന്നാലും കേട്ടാ, ഇപ്പോഴേ കൊച്ചിലെ കണക്ക് പറഞ്ഞ് ശീലിച്ചോ, അല്ലെങ്കിൽ എന്നെ കണക്കായി പോകും കേട്ടാ. എനിക്കാണെങ്കിൽ അവൻ്റെ വീട്ടുകാർ കേൾക്കണമെന്നുണ്ട്, പക്ഷേ എന്തിനാണ് അവൻ്റെ അമ്മയ്ക്ക് വെച്ചും വിളമ്പി തന്നത്. നന്ദിയില്ലത്രയായി പോലേ. അപ്പോൾ വളരെ കാത്തിക്കുകയാണ്. പക്ഷേ വന്നിരുന്നെങ്കിൽ